ഹലോ സൺഡേ. അങ്ങനെ ഇന്നൊരു ഞായറാഴ്ചയായിട്ട് നമ്മൾ വയൽ കാണാൻ ഇറങ്ങിയതാണ്. ജോലിക്ക് രാവിലെ 9 മണിക്ക് പോയിട്ട് രാത്രി ഏറെക്കുറെ ഒരു 8:30 കഴിഞ്ഞിട്ടാണ് സാധാരണ എത്താറുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കാണാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വയലിലൊരു പഴയ കിണറുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ കിണർ കണ്ടതിനെ കഴിഞ്ഞ് ഞെട്ടിച്ചത് വേറൊരു കാഴ്ചയാണ്. ഈ ചെടിക്ക് എന്ത് പേരാ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു 7 സെൻറ്റ് വയൽ ഫുള്ള് ഇതുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ അടിപൊളി ചെടിയൊക്കെ കണ്ട് നമ്മൾ നേരെ താഴോട്ട് നടന്നു. ഇതൊരു വയൽ മാറ്റി അവിടെ കാപ്പിത്തോട്ടാക്കിയതാണ്. കാരണം ഇവിടെ ഒരു കൃഷി ചെയ്യാൻ പന്നികളങ്ങനെ സമ്മതിക്കാറില്ല. ഇവിടെ സാധാരണ പന്നിശല്യം കൂടുതലാണ്. പന്നിശല്യവും പിന്നെ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ കിടക്കുന്ന ഭൂമിയൊക്കെ ഇങ്ങനെ കൃഷിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അമ്പൂത്തിമല. ഇതിൻ്റെ ഒരു ഭാഗത്താണ് പ്രശസ്തമായ എടക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഈ തോട് ഒരു 3-4 വർഷം മുമ്പത്തെ മഴക്കാലത്ത് ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തോട് കെട്ടി നിർത്തി അത്രയും വെള്ളം പൊക്കിയാൽ മാത്രമേ നമ്മളെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുള്ളൂ. ഇപ്പോൾ ഒട്ടുമിക്ക വയലിലും കാണുന്നതാണ് ഈ കൃഷി. ഇത് നമ്മളെ പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. ഇത് 2 കളറിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വയലറ്റ് കളറും പിന്നെ സാധാരണ ഗ്രീൻ കളറിലുമാണ് കാണുന്നത്. ഈ കാണുന്ന തോട്ടിൽ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. തോട് ഇടിഞ്ഞ് താന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഇപ്പോൾ അതുകൊണ്ട് മേലേന്ന് തോട് തിരിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ നെൽകൃഷിയെല്ലാം ചെയ്തു വന്നതായിരുന്നു. അതിപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ ആ ചെടികളൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞില്ലേ ഒരു ഏസിൻ്റെ അവിടെയൊക്കെ നമ്മൾ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ വയലിലൊക്കെ പോയി വന്ന് ടൗണിലൊക്കെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് ചൂടാമെന്ന് വിചാരിച്ച് മസാലയെല്ലാം ആക്കി കുറച്ച് ചിക്കനും കൂടി ചുട്ട് തിന്ന് ഈ സൺഡേയും അങ്ങനെ കഴിഞ്ഞു.